ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അതായത് ഒരു ചായക്കടി, അതായത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിയൊന്നും വഴറ്റണ്ട, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് മാത്രം മതി, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഗീവ് അവേ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി മസാല ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ആവശ്യത്തിന് മാത്രം കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും ഏകദേശം 1 ടേബിൾ സ്പൂണോളം മുളക് ചതച്ചതും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒറിഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ബ്രെഡ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാർഡായിട്ടുള്ള ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഏകദേശം ഞാൻ 2 ബ്രെഡ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് കെച്ചപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള കെച്ചപ്പ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ബ്രെഡിൽ ഒരു 2 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ആവശ്യമായിട്ട് വരും. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മൊസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം മൊസറല്ല ചീസോ എന്ത് ചീസാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, അപ്പം നമ്മൾ ക്യൂബ് ചീസാണെങ്കിൽ അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് അത്ര മാത്രം മതി കേട്ടോ. നമുക്ക് വേറെ ഉള്ളിയോ ഒരു ഫില്ലിങ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ബ്രെഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 പീസ് ഒരു ബ്രെഡിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഒരുപാട് ബ്രെഡ് ആവശ്യമില്ല, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കുറച്ചധികം ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ ആ മുട്ടയിലെ കൂട്ടുണ്ടല്ലോ, അതിലും ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തായാലും ഒരു മുട്ടയുടെ കൂട്ടിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് വേറെ ഒരു ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ മുട്ട ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിൽ നമ്മൾ അത്യാവശ്യം ഫ്ലേവറൊക്കെ ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ട കഴിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ബാക്കി ചേരുവകളെല്ലാം ചേർത്താലും മതി. നമുക്ക് ഏകദേശം ഈ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ആ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്യുവാണ്. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് എണ്ണ മാത്രം മതി, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ ആ ക്രംസ് ഒന്നും പൊടിയാതെ നമുക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് ഇതുപോലെയൊക്കെ പൊടിഞ്ഞൊക്കെ വരും. അപ്പോൾ ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം, വളരെ സിമ്പിളാണ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഗീവ് അവേ ഇപ്പോൾ നടക്കുന്നില്ല. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നല്ല ക്രിസ്പിയാണ്. ബ്രെഡ് ആയതുകൊണ്ട് ക്രിസ്പിനെസ്സിന് എന്തായാലും ഒരു കുറവുണ്ടാവില്ല. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.